ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളോടൊക്കെ ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാട്ടോ നമ്മുടെ ഈശോ. അപ്പം നമുക്കറിയുന്നതല്ല, ഈശോ ബെസ്റ്റ് ടീച്ചറാണ്. അപ്പം നമ്മുടെ ലൈഫിൽ ഒത്തിരി പാഠങ്ങൾ ഈശോ നമ്മളെ പഠിപ്പിക്കുക. അപ്പം അതിൽ എന്നെ ഈശോ പഠിപ്പിച്ച ഒരു പാഠമാട്ടോ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ടൈമിൽ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിട്ടി. അത് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ കറക്ഷൻസ് വന്നിരുന്നു. അപ്പം വീണ്ടും എനിക്കത് കിട്ടി. ഞാൻ ഒന്നും കൂടി എഡിറ്റ് ചെയ്തു. പിന്നെ ഞാൻ അയച്ചു. പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. കറക്ഷൻസ് ഉണ്ടായിരുന്നു അയച്ച് കൊടുത്തപ്പോഴത്തേ. അപ്പം ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയി. എന്നാലും ഞാൻ കൊടുത്തു. അപ്പം ഞാൻ ജസ്റ്റ് ഫസ്റ്റ് അയച്ച വീഡിയോയും ലാസ്റ്റ് ഓക്കെ ആയി എന്ന് പറഞ്ഞ ആ വീഡിയോയും കൂടി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തപ്പം ശരിക്കും ഫസ്റ്റ് ഞാൻ അയച്ച വീഡിയോനെക്കാട്ടും ഒത്തിരി ബെസ്റ്റായിരുന്നു ലാസ്റ്റ് അയച്ച വീഡിയോ. ശരിക്കും ഈശോ നമ്മളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈശോ എന്നോട് തന്നെ അപ്പം പറയുമായിരുന്നു, ഇതേ രീതി തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും, നമ്മളുടെ ഓരോ മിസ്റ്റേക്സ്, ഓരോ കറക്ഷൻസൊക്കെ, ഓരോ കുറവുകളൊക്കെ ഈശോ കറക്റ്റ് ചെയ്ത് നമ്മളിൽ ബെസ്റ്റായിട്ടുള്ള ഒരു വേർഷനെയാണ് ഈശോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈശോയുടെ മകനും മകളും ആയിട്ടാണ് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സഹനത്തിൻ്റെ ഈ ഒരു പ്രോസസ്സിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളിലെ ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യത്തെ, ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മളിങ്ങനെ ശക്തരാക്കി മാറ്റുന്നത്. അപ്പം ഈ ഒരു ബോധ്യത്തോടുകൂടി ഈശോയിൽ വളരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. തിരുവചനത്തിൽ പറയുന്ന പോലെ ഏഷ്യ 64:8 പറയുന്നുണ്ട്, എന്നാൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അവിടുന്ന് കുശവനുമാണ്. പിന്നെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അവിടുത്തെ കരവേലയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗോഡ് ഭയങ്കര ബെസ്റ്റായിട്ടുള്ള ഗോഡാണ്. അപ്പം അവിടുന്ന് ഉണ്ടാക്കുന്ന എല്ലാ സൃഷ്ടികളും അതും ഒത്തിരി ബെസ്റ്റായിരിക്കും. അപ്പം നമ്മളെല്ലാവരും ബെസ്റ്റാണ്. നമ്മളിലുള്ള കുറവുകളൊക്കെ മാറ്റി നമ്മളെ ഇനിയും ഒത്തിരി ബെസ്റ്റാക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിടുന്നത്. അപ്പം എല്ലാവരെയും ഈശോ ഒത്തിരി ബെസ്റ്റാക്കി മാറ്റട്ടെ. ആമേൻ.